എന്ന് വെച്ചിട്ട് ഒരാളുടെ ജീവിതം ഇങ്ങനെ അവര് ജീവനോടെ ഇരിക്കുന്നില്ല ഇപ്പോഴും. എന്തൊക്കെയാണോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് ഇതിനൊന്നും പ്രതികരിക്കാത്തത്? രേണു ഈ യൂണിഫോം ഇട്ടപ്പോ സ്കൂൾ കുട്ടീന്റെ ലുക്ക് ഉണ്ടല്ലോ. അതല്ലേ നല്ലത്, അമ്മച്ചിയായിട്ട് ഇരിക്കുന്നില്ലല്ലോ. പിക്ചർ എന്താണ്, ഈ വീഡിയോ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ ഇവര് ആ പറഞ്ഞ ചേട്ടന്റെ ആത്മാവ് ഇപ്പൊ ഇത് കണ്ട് സന്തോഷിക്കുമായിരിക്കും. ആയിരിക്കും എന്നല്ല, ആണ്. അയ്യോ, സന്തോഷിക്കുക മാത്രമല്ല, അറമാദിക്കുമായിരിക്കും, സൂഹിക്കുമായിരിക്കും. ആത്മാവെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഇപ്പം ഇന്നീ തീരം തേടും തിരയുടെ പാട്ടിൽ ആ പാട്ടിട്ട് കിടന്ന് നൃത്തം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സെലിബ്രിറ്റീസ് എല്ലാവരും കൂടെ, അതായത് ബിഗ് ബോസ് സെലിബ്രിറ്റീസ് എല്ലാവരും കൂടി ഒരു ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുകയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഓരോരുത്തർ ക്യാമറയായിട്ട് മുന്നിലേക്ക് വന്നപ്പോൾ പല അപരാധങ്ങളും പറയുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനകത്ത് ഈ നമ്മുടെ തോഴിയുടെ ഉറ്റ തോഴിയായിട്ടുള്ള ശാരിക വന്നിട്ട് എന്തൊക്കെയോ അപരാധങ്ങൾ ഷബീന ബീവിയെ കുറിച്ച് പറഞ്ഞു. തീർന്നു അവിടെ വെച്ച്. വീണ്ടും ഷബീനയുടെ ബീവിയുടെ പേര് അങ്ങോട്ട് എടുത്തിട്ടതും അവർ പുറത്തുവിടാനുള്ള ബാക്കി ചാറ്റും വീഡിയോയും പുറത്തുവിട്ടു. എന്റെ പൊന്നളിയാ, ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വെക്കാം കേട്ടോ ആ ക്ലിപ്പ്. നിങ്ങളൊന്ന് കണ്ടിട്ട് പറയണം. ഒരു കോഫി കുടിക്കാൻ, ഒരു ചായ കുടിക്കാൻ, ഒരു ഡ്രൈവ് പോവാൻ, ഒരു ഷേക്ക് കുടിക്കാൻ, എന്തിന്? കോൾ മീ മൈ മാനേജർ. ഷേക്ക് ഞാൻ കണ്ടായിരുന്നു കേട്ടോ, കയ്യിൽ ഇങ്ങനെ വെള്ളയായിട്ട് ഇങ്ങനെ പറ്റിയിരിക്കുന്നു. ഷേക്ക് ആയിരിക്കും ഇല്ലേ കുടിച്ചത്? ഞാൻ കാണിച്ചു തരാം എന്തോന്നുള്ളത്. എന്റെ പൊന്നളിയാ, നല്ലതാ. ഒന്നെങ്കിൽ അഴിഞ്ഞാടുവാണെന്ന് പറഞ്ഞ കഴിഞ്ഞാടണം. അഴിഞ്ഞാടുവാണെന്ന് പറയാതെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ അതിനെതിരെയാണ് സംസാരിക്കുന്നത്. കാരണം വിധവകളുടെ പ്രതിനിധിയായിട്ട് വരുമ്പോഴത്തേക്കിന് വിധവകളെ എല്ലാം പ്രതിനിധിയാക്കണമെന്നുണ്ടെങ്കിൽ വിധവകൾ കാണിക്കുന്ന ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യണമല്ലോ. ആ ക്വാളിറ്റി അല്ലല്ലോ കാണിക്കുന്നത്. അപ്പോൾ വിധവകളുടെ പ്രതിനിധിയായിട്ടൊന്നും കൊണ്ടുവരില്ല കേട്ടോ. ഇതിപ്പോൾ കിട്ടിയ അവസരത്തെ എങ്ങനെയെങ്കിലും ഗ്രഹണം പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയാണൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്തോ പറയാനാ. ആദ്യം രേണുവിന് പറയാനുള്ള 2 ക്ലിപ്പ് ഞാൻ കാണിക്കാം, എന്നിട്ട് ആ ചാറ്റ്, ആ വീഡിയോ, എക്സ്ക്ലൂസീവ് സാധനം അതിനകത്ത് കാണിച്ചു തരാം. രേണു ഈ യൂണിഫോം ഇട്ടപ്പോ സ്കൂൾ കുട്ടീന്റെ ലുക്ക് ഉണ്ടല്ലോ. അതല്ലേ നല്ലത്, അമ്മച്ചിയായിട്ട് ഇരിക്കുന്നില്ലല്ലോ, സ്കൂൾ കുട്ടിയായിട്ട് ഇരിക്കുന്നത്. അത് എനിക്ക് ഏറ്റവും കേൾക്കുന്ന, ഞാൻ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ കുഞ്ഞ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അയ്യോ, ഇച്ചിരി ഉള്ള തള്ള സന്തോഷമായി കാണുമല്ലോ, അതാ വേണ്ടത്. അല്ലെ, നിങ്ങളെ നേരിട്ട് കാണും ഇതന്നെ അമ്മച്ചിയാണോ എന്ന് ചോദിക്കുന്നില്ലല്ലോ എന്നോട്. ഇപ്പൊ സ്കൂൾ കുട്ടി പോലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം നേരിട്ട് കാണുമ്പോൾ കുഞ്ഞു കൊച്ചിനെ പോലാന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം. അയ്യോ, ഇതിലും സന്തോഷം കിട്ടുന്നൊരു കാര്യമുണ്ട്. മറ്റേ പൂക്കിമാൻ്റെ ഇങ്ങനെ തൊപ്പിയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ബട്ടർഫ്ലൈയുടെ ബാഗ് ഒക്കെ ഇട്ടുകൊണ്ട് നാളെ രാവിലെ കുഞ്ഞിന്റെ കൂടെ അംഗനവാടി പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഉപ്പുമാവും കഴിച്ച് 2:30-3 മണിയാകുമ്പോഴത്തേക്കിന് അമ്മാമ്മ വിളിക്കാൻ വരുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലോട്ട്. അപ്പൊ ഇച്ചിരിയും കൂടെ സന്തോഷം കിട്ടുന്നൊരു പരിപാടി കാണിക്കും പ്രായം കൂടി അമ്മച്ചി. അടുത്ത അവർക്കൊന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. അവരെയൊക്കെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് കണക്കാക്കാൻ നല്ല ഒരുപാട് നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ എത്രയോ മാന്യന്മാരുണ്ട്. അവരൊന്നും ഇവരെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അവര് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനിരിക്കുമല്ലോ. ആരായി പറയുന്നറിയോ? ഹോട്ട് സീറ്റ് എന്നും പറഞ്ഞ് പിടിച്ചിരുത്തി ഈ അപരാധത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ്. വേറെ ആരും ഒന്നും പറയുന്നില്ല. നമ്മളൊക്കെ അങ്ങ് നന്നായില്ല, അവർക്ക് എന്താ നന്നായി കൂടെ? അയ്യോ, ജീവൻ ടോണിക് ആയിരിക്കും കഴിക്കുന്നത് നന്നാവാനായിട്ട്. അവർ അഭിനയിക്കുക, ആൽബത്തിൽ പോവുക, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുക, ഇതൊക്കെയല്ലേ അവർ ചെയ്യുന്നത്. അതുപോലെ അവനവന്റെ പണിയെടുത്ത് ജീവിക്കും. അത് മാത്രമല്ല ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാം. വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഒരു എക്സ്ട്രാ ഇൻകം, പാർട്ട് ടൈം ജോബ്, സ്വിഗ്ഗി ഒക്കെ ഓടത്തില്ല, ഓട്ടോ ഓടിക്കാൻ പോലെ, അതുപോലെ വേറെ ഒരു പരിപാടികളുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരാളെ വലിച്ചു കീറുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അതോ ദൈവമേ, ഇത് തല തേങ്ങ വന്ന് വീണോ? അല്ല, തേങ്ങ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ കാണത്തില്ല, വെള്ളക്ക വീണതായിരിക്കും. അല്ലെങ്കിൽ ഇമാതിരി സംസാരം വീണ്ടും വന്ന് കിടന്ന് സംസാരിക്കാനായിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപരാധത്തിന്റെ എക്സ്ട്രീം ലെവലും, ഇന്റർവ്യൂ എടുക്കുന്നവരെ അങ്ങോട്ട് അപരാധിക്കുകയും അവിടെ ഇരിക്കുന്നവർ ഇങ്ങോട്ട് തിരിച്ച് തന്തയ്ക്ക് വിളിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ അപരാധികയാണ് ഈ വ്യക്തി. ഈ വ്യക്തിയാണ് ഇപ്പം എന്നിൽ ഔഷധ ഗുണമില്ലേ, എന്നിൽ എതിൽ നിൽക്കുന്നവരെല്ലാം ഔഷധ ഗുണമുള്ളവരാണ്, അവർ സൂപ്പറാണ്, അവർ അടിപൊളിയാണ്. അയ്യോ, ഒരു കൊരങ്ങര സാധനം കുടിച്ചതാണെന്ന് തോന്നുന്നു. എനിക്ക് ബിഗ് ബോസിന് മുമ്പ് രേണുവിനെ അറിയാം. രേണുവിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വുമണാണ്. എന്താ പറയുന്നത്, അവരാരുടെയും പുറകെ കടം ചോദിച്ചോ അല്ലെങ്കിൽ അവരാരുടെയും പുറകെ ജോലി ചോദിച്ചോ ചെല്ലുന്നില്ല. അവർ അന്തസ്സായിട്ട് അവർ പണിയെടുത്ത് ജീവിക്കാൻ, നേരത്തെ പറഞ്ഞിട്ട് അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെന്തിനാണ് പുറകെയാണെന്ന് ശല്യപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ് ആണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരാളുടെ ജീവിതം ഇങ്ങനെ അവര് ജീവനോടെ ഇരിക്കുന്നില്ല ഇപ്പോഴും. എന്തൊക്കെയാണോ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് ഇതിനൊന്നും പ്രതികരിക്കാത്തത്? എന്തൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത്? അത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്, അല്ലാതെ ഞാൻ അവരെ വെച്ച് കണ്ടന്റ് ചെയ്യാറില്ല. ചൂടാവത്തില്ലേ? ഹോട്ട് സീറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാവേണ്ട ഒരു സീറ്റ് തന്നെയാണ് ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത്. അതെന്താ നിങ്ങളുടെ കസാര അടുപ്പ് കൂട്ടിയിട്ടുണ്ടോ ഇരിക്കുന്നവരെല്ലാം ചൂടായിരിക്കാനായിട്ട്? ഇവിടെയൊക്കെ നമ്മൾ കണ്ടതാ കേട്ടാ ചേച്ചി. എന്തിനാ ഇവിടെ ഇപ്പൊ ഇറക്കുന്നത്? അവിടെ നിന്ന് ഉത്തരം മുട്ടി കൊഞ്ഞണം കുത്തുന്ന കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്, ഉത്തരം ഇല്ലാതെ വരുമ്പോൾ ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് പേര് ഹോട്ട് സീറ്റ് എന്ന്. പിന്നെ നാളെ എനിക്ക് ഉത്തരം മുട്ടുമ്പോൾ ഞാനിരുന്ന് ഹോട്ട് സീറ്റിൽ എന്ന് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഹോട്ട് സീറ്റിലാകട്ടെ ഇരുന്ന മുഖ്യമന്ത്രി കസാരയിലായിരിക്കത്തില്ല. കടക്കപ്പുറത്ത് മൈക്കിനെ അറസ്റ്റ് ചെയ്ത് അകത്തുണ്ടാക്കും. കേബിളിന്റെ കാര്യത്തിട്ട് കേബിളിൽ നിന്ന് 10 വർഷത്തേക്ക് തടവ്.
അതാണ് ഹോട്ട് സീറ്റ്. അവരുടെ പെർമിഷനോടുകൂടെയാണ് നമ്മൾ അതിനകത്ത് ഇരുത്തുന്നത്, അല്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ലൈവായിട്ട് ചെയ്യുന്നൊരു സാധനമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവരുടെ പെർമിഷൻ എടുക്കണം. ഇപ്പം ഷഫീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷീസച്ച് അവർക്കൊന്നും പറയാനില്ല. ഇതാണ് സംഭവം. ഒരു കാര്യമില്ല. സി സച്ചേ ആസോൾ അങ്ങനെ വല്ലതാണോ നിങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവർ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴേ അവർ പറഞ്ഞായിരുന്നു എൻ്റെ കയ്യിൽ ഇനിയുമുണ്ട് തെളിവുകൾ, ഇനിയുമുണ്ട് വീഡിയോസ്, ഞാൻ എടുത്ത് പുറത്തിടുവേ, പിന്നെ കിടന്ന് കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമില്ലേ, എൻ്റെ പേരൊന്നും എവിടെയും വലിച്ചടയ്ക്കാനായിട്ട് നിൽക്കല്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ വാൺ ചെയ്ത് വിട്ടായിരുന്നു. പക്ഷേ രേണു അവിടെ സൈലന്റ് കേട്ടോ. രേണു അവിടെ മിണ്ടാവാൻ നിൽക്കുന്നു. രേണുവിന് പറയാൻ പറ്റാത്തത് കൊണ്ട് കൂട്ടുകാരിയെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയായാലും കൂട്ടുകാരിയാണ് കുഞ്ഞിൻ്റെ കുഴി തോണ്ടുന്നതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആ കൂട്ടുകാരിയെ മാറ്റുക. നല്ല കൂട്ടുകാരെ കൂടെ കൊണ്ടു നടന്നാൽ നല്ല ചിന്താഗതിയും നല്ല സ്വഭാവവും നല്ലൊരു ജീവിത രീതി കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലുള്ള കോഞ്ഞാമുള്ള കൂട്ടുകാരെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ജീവിതം താഴോട്ട് പോവുകയും താറുമാറാകുകയും തോട്ടി പോയി തൊട്ടി കണക്ക് കിടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത്. നീ ഷബീന ബീബിയുടെ വീഡിയോയും കാണാം, പിന്നെ ചേച്ചിയുടെ ചാറ്റും അങ്ങോട്ടും അയക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരല്ല. പിക്ചർ എന്താണ്, ഈ വീഡിയോ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ ഇവര് ആ പറഞ്ഞ വ്യക്തിക്ക് അയച്ചു കൊടുത്ത ഒരു വീഡിയോ ആണ് ഇത്. കാലെടുത്ത് വെച്ച് വീഡിയോ എടുത്തിരിക്കുന്നു. വാവ്, വാട്ട് എ നൈസ്. കാല് നൈസ് ആണല്ല, വാട്ട് എ വീഡിയോ ദാറ്റ് ഈസ്. അയച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പുറത്തു. ഇത് ഇതിനകത്ത് എന്താണ് ഈ കാണിക്കുന്നത്? ഈ ക്രീം ഇടുന്നത് എന്താണ് കാണിക്കുന്നത്? നീ നിന്റെ ക്ഷാമത്തിൽ ക്രീം ഇടുന്നത് അയാളെ മധുവായി മനമുരുകും ശ്രുതിയൊരു ലയമായി മാറിലുണരും രാസകേളി ഹരിചന്ദന മലരിലെ മധുവായി. അത് തന്നെ കാര്യം എന്താണ്? അതെന്തിനാണ് ആ ക്രീമൊക്കെ ഇട്ട് ആ ഒരു സംഗതി നീ എടുത്ത് സബ്സ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്? അതെന്തിനാണ്? അപ്പൂപ്പ കണ്ടോ? അപ്പൂപ്പ രേണു സുതി കാല് കാണിക്കുന്ന കണ്ടോ? വീഡിയോയാ. ഇതെന്തുവാ? അല്ല തള്ളേ, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഒന്നുകിൽ അവിടെ എന്തെങ്കിലും ഞൊളയുന്നായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കയറി ഇരുന്ന് കടിക്കുന്ന എടുത്ത് കളയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരിക്കും. നീ എന്തിങ്ങനെ കിടന്ന് പൊളയുന്നത്? അങ്ങ് പൊളഞ്ഞ് മരിക്കുകയാണല്ലോ. വിധവ പൊളയാണ് കേട്ടോ. പൊളഞ്ഞ് തള്ളി അങ്ങ് മറിക്കുകയാണ്. ഇങ്ങനത്തെ ഞാൻ ഒന്നും പറയുന്നില്ല. ഒരുപാട് അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ്. പിന്നെ എക്സ്ക്ലൂസീവ് ഐറ്റങ്ങള് ആ രണ്ട് കാലും പവാള ഇങ്ങനെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് കൊട്ടഞ്ചുക്കാതി അങ്ങോട്ട് എടുത്ത് പെരട്ടി. ദീനമായിരിക്കും കാലിന്, ദീനമായിരിക്കും. ഇതിപ്പോ രണ്ട് കൈ കൊണ്ട് ഇത് പെരട്ടുന്നുണ്ട്. ഒരു കണ്ട് കുപ്പി എടുക്കണം, മറ്റേ കയ്യിൽ ഒഴിച്ച് പെരട്ടുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ എങ്ങനെ എടുത്ത്? ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എക്സ്ക്ലൂസീവ് ഇടാനായിട്ട്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പാവം കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. 3 കൈയെങ്കിലും വേണ്ട കാര്യമായിരുന്നു. എൻ്റെ കുഞ്ഞെ എന്ത് കഷ്ടമാ. ഇനി ജാബീന ബീവി ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചാറ്റ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ള ചാറ്റിന്റെ കുറച്ച് ബാക്കി സാരാംശങ്ങൾ, രേഷ്മ പി തങ്കച്ചന്റെ ചാറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ചാറ്റിനകത്ത് കണ്ടോ, രേഷ്മയുടെ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുത്തേക്കുന്നു. ആ വ്യക്തിക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തേക്കുന്നു. എന്നാ ഏതോ മണ്ടയിൽ, ആരെ മണ്ടയിൽ? അവന്റെ മണ്ടയിലായിരിക്കും. വീഡിയോ കൊണ്ട് അയച്ചു കൊടുത്തവന്റെ റിപ്ലൈ ടു യുവർ സ്റ്റോറി എന്ന് പറഞ്ഞ അടുത്ത് വിധവകളുടെ പ്രതിനിധി, വിധവകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വേണ്ടാതെ. ഇനി അതിന്റെ ബാക്കി ചാറ്റ് ഞാൻ കാണിച്ചു തരാം. അയ്യോ, അതിനകത്ത് പറയുന്നുണ്ടോ, ആ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്, റെസ്പോണ്ട് കണ്ടല്ലോ. അത് കഴിഞ്ഞൊരു ഉമ്മ എടുത്തിട്ട് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ചെയ്യാനാണോ? എന്നിട്ട് പിന്നെ അടുത്ത സ്റ്റോറിക്ക് ഉമ്മ അടുത്ത കാണാം. ഐ മീൻ യു ക്യാൻ നൗ ഹൗ മച്ച് വിൽ യു സജസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് രണ്ടാമത്തെ ചാറ്റ്. അത് വീട്ടിൽ നമ്മൾ കാണിച്ചില്ല. മേളത്തെ രേണു അങ്ങോട്ട് അയച്ചു കൊടുത്ത സാധനം നമ്മൾ കണ്ടില്ല. ആരെങ്കിലും ഒക്കെ എന്നെ വിളിക്കും. ഒരു കോഫി, ഒരു ടീ, ഒരു ഡ്രൈവ്, ഒരു ഷേക്ക്, കാൾ മീ മൈ മാനേജർ. അപ്പം വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുത്തത് ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊടുത്തായിരിക്കും അല്ലേ? വെരി നൈസ്. നെക്സ്റ്റ് വൺ, കോട്ട നമ്പർ ചേച്ചി അങ്ങോട്ട് ലവ് ചിഹ്നം വായിക്കുന്നുണ്ട്. ലവ് ആർക്ക് വേണമെങ്കിലും വായിക്കാം. സ്നേഹമുള്ളിടത്ത് ലവ് കാണും, ലവ് ഉള്ളിടത്ത് പ്രണയം കാണും, പ്രണയം ഉള്ളിടത്ത് നോക്ക പൊക്കി. എന്ത് പൊക്കി? തുണി പൊക്കിയോ? എന്താ പൊക്കിയത്? മനസ്സിലാവുന്നില്ല. ഏടോ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ?
അവിടെയും ഡയറക്റ്റ് മീറ്റ് ആണ് മെയിൻ കാര്യം. ആ ഡയറക്റ്റ് മീറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ചാറ്റിനകത്ത് പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അത് നമ്മൾ നേരത്തെ കണ്ടല്ലേ, ചേച്ചിയുടെ ലവ് ചിഹ്നം അപ്പം ഇല്ലായിരുന്നു കേട്ടോ. ഇത് എല്ലാവർക്കും ഇങ്ങനെ പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. എടാ ഇത് എന്തുവാ സംഭവം? എന്തോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന സാധനം നമുക്കിതിന് വേണ്ടിയിട്ടാണോ? ഒന്നാമത്തെ കാര്യം, എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ സാധനം നമുക്കിതിന് വേണ്ടിയിട്ടാണോ? ഈ ഇൻസ്റ്റാഗ്രാം മാർക്ക് സക്കർബർഗ്, നിങ്ങൾക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ കഴിയത്തില്ല. എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു തരാനും എനിക്കറിയത്തില്ല. ഓക്കെ, എന്നായിരുന്നാലും ഞാൻ പറയാം, എന്തെങ്കിലും ഒരുത്തം കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഒരുപാട് റിഗ്രറ്റ് ചെയ്തൊരു കാര്യമായിരിക്കും. പണ്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സാധനങ്ങളെ US കോർട്ട് എടുത്തു വെച്ച് ഒന്ന് വലിച്ചു കീറി നിങ്ങൾക്ക് പെനാൽറ്റി അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള സാധനങ്ങൾ കാണിച്ചു കൊടുത്ത 18+ നിങ്ങൾ എന്താണ്, 18 താഴെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് മാർഗ്ഗനിർദ്ദേശമാണ് കൊടുക്കുന്നത്, അതിനകത്ത് എന്താണ് കൊടുക്കുന്നുള്ളത് ഉത്തരം മുട്ടി അവിടെ നിൽക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ രേണുസുതിയെ കാരണം മിക്കവാറും കേരള എല്ലാം പോയി. രേണുസുതിയുടെ പേര് പറഞ്ഞത് ക്യാമറ താഴെ പോയി. ദൈവം, ഇനി ഇത് വെക്കാൻ ഭയങ്കര പാടാ. അങ്ങനെ രേണുസുതിയുടെ പേരും പറഞ്ഞ് പ്രധാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി അവർക്ക് കേരളത്തിൽ നിന്നൊരു കത്ത് പോവുകയും നരേന്ദ്രമോദി അവർ നിങ്ങളെ മാർക്ക് സക്കർബർഗിനെ കോൺടാക്ട് ചെയ്യുകയും അതുവഴി ട്രംപിനെ കോൺടാക്ട് ചെയ്യുകയും വലിയ വിഷയമായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം ഇത് ഒരുപാട് ഇവിടത്തുള്ള സാധാരണ ജനങ്ങൾ, കുട്ടികൾ, കൊച്ചു കുട്ടികൾക്കിടയിലേക്കാണ് ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ടിരിക്കുന്നത്. മരിചന്ദന മലരിലെ മധുവായി മതമുണരും മലരമണ്ണമായി മാറിലുണരും. അതും ഭയങ്കര കഷ്ടപ്പാട്. ഇത്ര കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെയാണ് എക്സ്ക്ലൂസീവ്. അപ്പൊ ഇതെല്ലാം എക്സ്ക്ലൂസീവ് എടുത്ത് ഇട്ട് കൊടുത്ത് അതിലൂടെ മാർക്കറ്റിംഗ് നടത്തി അതിലൂടെ കസ്റ്റമേഴ്സിനെ പിടിച്ച് അതിലൂടെ ഒരു എക്സ്ട്രാ ഇൻകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് സംതിങ് വെരി വെരി സ്പെഷ്യൽ അബൌട്ട്. ഇത് എല്ലാവർക്കും കിട്ടുന്നൊരു കഴിവല്ല. ലക്ഷത്തിൽ 1-2 കാണൂ ഈ കഴിവ്. ഇനി അത് ഇങ്ങനെ കുറെ ആൾക്കാർ കാണിച്ചു തരുമ്പോഴത്തേന് 10-8 ആ കഴിവ് വരും. അതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. ഒരു കാര്യമില്ല, ഷബീന ബേബിയെ കയറി ചൊറിയുകയും ഷബീന ബേബി അവരുടെ ചാറ്റും കുറെ വീഡിയോ എടുത്ത് വീണ്ടും എടുത്ത് പുറത്തിട്ട്. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യുക, വിട്ടിട്ട് രേണുവിന്റെ കാര്യം നോക്കി പോകുക. പുതിയതായിട്ട് വ്ളോഗ് തുടങ്ങുക. വീട്ടിലല്ലേ ഇരിക്കുന്നത്, കറച്ചട്ടി എടുത്തൊക്കെ കുറച്ച് മീൻ മേടിക്കുക, മുളക് ഇടുക, 2 പെരട്ട് വരട്ട പൊരിക്കുക, വീഡിയോ ഇടുക. ചെയ്യാമല്ലോ. പോയി അലക്കുക ചെയ്യാമല്ലോ, ചെരുപ്പ് കഴുകുക, കുഞ്ഞിനെ കുളിപ്പിക്കുക, എന്തൊക്കെ പരിപാടി ഉണ്ട്. വീട്ടിൽ പെയിന്റ് അടിക്കുക, ചുമ്മാ ആയിരിക്കുമല്ലേ. വീട് തേച്ചൊരച്ച് കഴിയുക, പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട, തങ്കച്ചനുമായിട്ട് വന്നിട്ട് വീട് കഴിയുക, ഒരു വീഡിയോ ഇടുക. ബില്യൺസ് വ്യൂ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം അതും കാണാൻ നോക്കി ചെയ്യാം. ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ഓരോരുത്തർ പൊക്കി എടുത്തോണ്ട് വരും. ഇനി നമ്മുടെയൊക്കെ എന്നാണോ പൊക്കി കൊണ്ടുവരുന്നത്. ശരിയെന്നാ.